എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്നത്തെ എക്സസൈസ് എന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ കൈക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. കൈക്ക് ബലം അല്ലെങ്കിൽ കൈക്ക് നല്ല ആയാസം കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫുൾ ഡേ നമ്മുടെ വർക്ക് നടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതാണ്ട് കൈ ഇങ്ങനെയെന്ന് വെച്ചാൽ അപ്പം അതുപോലെ ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് കൈയുടെ എക്സസൈസിൻ്റെ. അതൊക്കെ ചെയ്യുക. പിന്നെ കൈ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ല എന്താ പമ്പിങ്, ഹൃദയത്തിൽ എനിക്ക് ഒരു പമ്പിങ് നടക്കും അല്ലേ. അപ്പോൾ ഹാർട്ടിന് നല്ല സംഭവമാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു 10ഓ 20ഓ പ്രാവശ്യം, നിങ്ങൾക്ക് 30 പ്രാവശ്യമാണ് ഇതിൻ്റെ ഒരു കണക്ക്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത്രയും ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചെടുക്കുക, പിന്നീട് കൂട്ടി എടുക്കുക. അപ്പം നമ്മുടെ സൗകര്യത്തിന് ഏത് രീതി ചെയ്യാവോ അത്രേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് കടുത്ത് അങ്ങോട്ട് കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മളൊരു 1 മിനിറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതിങ്ങനെ ഒരു കൈ വിശറി പോലെ ഒന്ന് വീശി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ വീശി കൊടുത്തതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടുവേദനയുള്ളവർ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് മുട്ടുവേദനയുള്ളവർക്കും വയറ് കുറയാനൊക്കെ ചെയ്യുന്നത്. പക്ഷേ മുട്ടുവേദനയുള്ളവർക്ക് ഇത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മുട്ടുവേദന നമുക്ക് കുറേശ്ശെ മാറ്റിയെടുക്കാം. അത് ഇങ്ങനെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് മുട്ട് മേപ്പോട്ട് വലിച്ച് താഴേക്ക് നല്ല സ്ട്രെയിറ്റായിട്ട് വലിക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് വൺ സൈഡ് ഇപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഒരു റൈറ്റ് ലെഗിൽ ഒരു 15 പ്രാവശ്യവും ലൈറ്റും ലെഫ്റ്റും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. 15 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്ക് ആ മുട്ടിന് ബലം വരും, അവിടുത്തെ മസിലിന് പിടുത്തം കിട്ടും. മസിൽ ലൂസാകുമ്പോഴാണ് ഈ മുട്ടുവേദനയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇങ്ങനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡി എനർജിയാണ് കേട്ടോ. ഇത് നമുക്ക് കാല് കുത്തി ഇങ്ങനെ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഇതേ രീതിയിൽ നിൽക്കാൻ സാധിച്ച അവൻ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ കാൽപാദം കുത്തി പൊക്കിയിട്ട് മേലോട്ട് പോയി താഴേക്ക് വരും. അപ്പം നല്ലൊരു ഫുൾ ബോഡി ഞരമ്പുകൾക്ക് നല്ല ഒരു ഊർജ്ജം നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിനൊരു മാറ്റം, തളർച്ച, ക്ഷീണം ഇതെല്ലാം മാറും. ഒരു ദിവസം നമുക്ക് ഫുൾ ഡേ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മറ്റെല്ലാം ചെയ്യും, നമുക്ക് തൃപ്തി വരില്ല എത്ര ചെയ്താലും അല്ലേ. അപ്പോൾ ഇത് ചെയ്യുക, ഇതൊരു 30 പ്രാവശ്യം ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ നല്ല പോലെ നമ്മൾ പറന്ന് പോകുന്നത് പോലെ അങ്ങനെ എടുക്കുക. അത് ഞാൻ അത്യാവശ്യം ബലത്തിലാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ പാർട്ടുകളും ഒന്ന് വലിഞ്ഞ് കിട്ടും. ആ കഷത്തിൻ്റെ താഴോട്ടും അരക്കെട്ട് വരെയൊക്കെ ഒരു വലിവ് കിട്ടും. അതൊരു 10 പ്രാവശ്യം ചെയ്താൽ മതിയാവും. അതിനുശേഷം മുന്നോട്ട് ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ 2 സൈഡിലോട്ടും വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ശരിക്കൊന്ന് ബാക്കിയോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. എത്ര വേഗത്തിൽ നമ്മുടെ എക്സസൈസ് കഴിയുമെന്നറിയാമോ? മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ എക്സസൈസ് കഴിയുകയും ചെയ്യും. ഒരു ദിവസം ഫുൾ ഡേ നമുക്ക് ഊർജ്ജം കിട്ടുകയും ചെയ്യും. അതുപോലെ കൈയും കാലും ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യേണ്ട പണികളൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇതൊരു 10 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ നല്ല ഒരു വലിയിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് ആ ഒരു രീതിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വലിയ ഉപകാരമുള്ളൊരു എക്സസൈസാണ്. എല്ലാ ദിവസവും ഇത് ചെയ്യണം കേട്ടോ. മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഇത് ഉറപ്പായിട്ടും ഈ നെക്കിനുള്ള എക്സസൈസ് നിങ്ങൾ എന്നും കൊടുക്കണം. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ അസുഖങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. ഓക്കെ, ഇതപ്പോൾ നമുക്ക് എല്ലാ വശത്തേക്കും ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതിയാകും. കൂടുതലൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പിന്നെ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു 10 പ്രാവശ്യം എന്ന രീതിയിൽ മേൽപോട്ടും താഴോട്ടും ഇങ്ങനെ വയ്ക്കുക. അതുപോലെ സൈഡിൽ റൈറ്റിലും ലെഫ്റ്റിലും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് കൊടുക്കാം. പിന്നെ ഈ രീതിയിലൊരു റൗണ്ടിങ് കൊടുക്കാം. കണ്ടോ,
തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. ഇതിൻ്റെ ആ ഒരു ഗുണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്നോടൊപ്പം നിങ്ങൾ കൂടൂ. നിങ്ങളുടെ കാലിൻ്റെ വേദനയും നിങ്ങളുടെ വയറും ഒക്കെ അത്യാവശ്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. തുടരെ പോകെ ചെയ്യുമ്പോൾ വയറൊക്കെ നല്ല ആ വയറ്റിലുള്ള കൊഴുപ്പുകളൊക്കെ പോകുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഓരോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അത്യാവശ്യം വയറുണ്ട്, അതുകൊണ്ടാണ്. ഈ വീഡിയോ വളരെ വേഗം ഒന്ന് ഷെയർ ചെയ്യണേ.